എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നാഗേന്ദ്രൻ. അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം വരെ എത്തിയിരിക്കുന്നു. ഇനി അനി കൈവിട്ടു പോകില്ല എന്ന് നാഗേന്ദ്രൻ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, പറയാൻ പറ്റിയല്ല, ആ നന്ദു എന്ന് പറയുന്നവളാണ് ഇപ്പോഴും അനിയേട്ടൻ്റെ മനസ്സിൽ, അതുകൊണ്ട് ഒന്ന് പേടിക്കണം എന്ന് പറയുവാണ്. അന്നേരം അഭിയും പറയുന്നുണ്ട്, നന്ദുവിനെ വീട്ടിലോട്ട് വിടണം എന്ന് തന്നെയാണ് ആ നയനയുടെ ആഗ്രഹം. അവൾ പുറത്ത് വേറെ രീതിയിൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് അറിഞ്ഞത് എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, അതൊക്കെ ചുമ്മയാ. കോടികൾ ആസ്തിയുള്ള വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു വിടണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ രണ്ടുപേരെ അനന്തപുരിയിൽ അവരെത്തിച്ചത്. ഇനി നന്ദുവിനെയും അങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നു. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അങ്ങനെ നടക്കില്ലായിരിക്കും, നടന്നാൽ തന്നെ നമുക്ക് ബാക്കി നോക്കാമെന്ന് പറയുന്നു. അതുപോലെ നാഗേന്ദ്രൻ പറയുവാണ്, നാളെ നടക്കുന്ന ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മറിച്ച് മൂർത്തിസ് ജ്വല്ലറിയാണ് ജയിക്കുന്നതെങ്കിൽ അവർ ജ്വല്ലറി രംഗം പിടിച്ചെടുക്കും. അപ്പോഴും നമുക്ക് ആശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. മൂർത്തി ജ്വല്ലറിയുടെ MD അനിയാണ്. അവൻ ആ സ്ഥാനത്ത് വന്നതിന് ശേഷം കമ്പനിക്ക് നേട്ടം മാത്രമേ ഉള്ളൂ. ആ നേട്ടവും സൗഭാഗ്യവും ഒക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇനി എൻ്റെ മകൾ കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഓണമൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പം നമുക്ക് പണിക്കൂലിയുടെ പേരിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം സ്വർണ്ണത്തിന് ഇത്രയും വിലയുണ്ട്. സ്വർണം മേടിക്കുന്നവരെല്ലാം കാശുള്ളവരായിരിക്കും. അവർ ഒരു ശകലം പണിക്കൂലി കുറയ്ക്കാൻ വേണ്ടിയൊന്നും കാത്തു നിൽക്കത്തില്ല. അവർക്ക് മെയിനായിട്ടും വേണ്ടത് നല്ല ശുദ്ധമായ സ്വർണവും നല്ല ഡിസൈൻസും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ കോമ്പറ്റീഷനിൽ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മൾ ജയിക്കണമെന്നും പറയുന്നു. പിന്നെ അനിയെ ഇടയ്ക്കിങ്ങനെ നാഗേന്ദ്രൻ പൊക്കി പറയുമ്പം അത് സഹിക്കാൻ മേലാതെ വിഷമത്തോടെ നിൽക്കുന്ന അഭിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ നാഗേന്ദ്രനോട് ഒരു കാര്യം കൂടി അവന്തിക പറയുന്നുണ്ട്, ഇനിയും അനിയേട്ടനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ സാധിക്കത്തില്ല. എനിക്ക് പകരം ആ നന്ദു വാങ്ങാനും അനന്തപുരിയിലേക്ക് വലതുകാലം വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ നാശമായിരിക്കും എന്നും പറയുന്നുണ്ട്. പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട്. അനി ആകെ വിഷമത്തിലാണ്. അവന് പിടിവിട്ട് പോവുകയാണ്. ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അവന്തിക വന്നിട്ട് അനിയേട്ടാ എന്ന് വിളിക്കും. അന്നേരം എന്നെ നടി നിനക്ക് വേണ്ടത്? എൻ്റെ മനസ്സമാധാനം കളഞ്ഞപ്പം നിനക്ക് സമാധാനമായല്ലോ. നിന്നോട് ആരാ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അനിയേട്ടനെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുവാണ്, നിൻ്റെ ഇഷ്ടം എനിക്ക് ആവശ്യമില്ല. എനിക്കിതിന് മനസ്സമാധാനം തന്നാൽ മതിയായിരുന്നു. നീ ഒറ്റ ഒരുത്തിയാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം. എനിക്കിഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും നീ എന്നെ ഇഷ്ടമാണ് എന്ന് ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് അവരുടെ മേൽ പ്രഷർ ചൊലുത്തി വിവാഹ നിശ്ചയം നടത്താമെന്നാണ് നീ കരുതിയത്? എനിക്ക് നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. എന്നിട്ട് എന്തായി ഇവിടെ ഒരു പ്രശ്നം, എന്തിനാ ബഹളം വയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവന്തിക പറയുവാണ്, അനിയേട്ടൻ വെറുതെ എന്നോട് ദേഷ്യപ്പെടുക അമ്മായി, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന്. അന്നേരം ദേവേനി ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിന്റെ വിവാഹ നിശ്ചയം ഇവിടെ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. ഈ കുടുംബത്തിലെ എല്ലാവരുടെ ഒരു തീരുമാനമെടുത്തു. ഇനി ഈ കുടുംബത്തിലുള്ളവരുടെ സമാധാനവും സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം അനി ചോദിക്കുന്നുണ്ട്, ഇവളുടെ സമാധാനം മാത്രം നോക്കിയാൽ മതിയോ? എനിക്കും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഇല്ലേ? അതെന്താ നിങ്ങൾ ആരും കണക്കാക്കാത്തത് എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുവാണ്, നീ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഈ വിവാഹ നിശ്ചയം നടക്കും. കാരണം അത് തീരുമാനിച്ചത് അച്ഛനാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നീ ഈ വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോഴും അനി പറയും, പറ്റത്തില്ല, എനിക്ക് ഇവളെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം ദേവേനി പറയുക, ഇവൻ എത്രയൊക്കെ കിടന്ന് തുള്ളിയാലും ഈ വിവാഹ നിശ്ചയം നടക്കും. കാരണം ആ വിവാഹ നിശ്ചയം ഉറപ്പിച്ചത് ഈ തറവാടിൻ്റെ കാരണവരാണ്. അതുകൊണ്ട് തന്നെ മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നു. എന്നിട്ട് അനിയോട് പറയും, നീ വലിയ ബഹളങ്ങളൊന്നും വെക്കാതെ ഇതനുസരിക്കുന്നതാണ് നല്ലത് എന്ന്. എന്നിട്ട് അവന്തികയും വിളിച്ചുകൊണ്ടങ്ങ് പോവാണേ. ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വിറഞ്ഞു നിൽക്കുവാണ് അനി. അത് കഴിഞ്ഞ് ദേവയാനി നേരെ അവന്തികയുമായിട്ട് ചെല്ലുന്നത് ജാനകിയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് പറയും, നിൻ്റെ മോൻ ഈ മോളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ, അവനോട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് നീ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുമ്പം അവൻ എത്രയൊക്കെ കിടന്ന് ചാടിയാലും ഈ വിവാഹം നിശ്ചയം നടക്കും. അത് അച്ഛനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം എന്നാലും എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അനിയേട്ടൻ എന്ന് പറയും. അന്നേരം മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയുമ്പം ഇങ്ങനെ തന്നെയല്ലായിരുന്നോ അനാമികയുടെയും ജീവിതം? ഇനി വിവാഹത്തിന് ശേഷവും അനിയേട്ടൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ്. അന്നേരം ജാനകി പറയുവാണ്, അനാമിക ഇങ്ങോട്ട് വന്നത് സ്വത്ത് മോഹിച്ചാണ്. അതുകൊണ്ട് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി ഈ വീട്ടിൽ പല കള്ളത്തരങ്ങളും കാണിച്ചു കൂട്ടി. പക്ഷെ മോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. മോൾ ഈ വീട്ടിലെ കുട്ടിയല്ലേ, മോൾക്ക് സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അങ്ങനെ ഒരു ആഗ്രഹവും മോൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും
അങ്ങനെയൊന്നുമില്ല, എനിക്ക് നല്ലൊരു പയ്യനെ ഭർത്താവായി കിട്ടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പം ജാനകി പറയുക, ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു മോളെ, ഒരു നല്ല പെൺകുട്ടിയെ കിട്ടണമെന്ന് മാത്രമേ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന്. എന്നിട്ട് മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവുകയാണ് അവന്തിക. മുന്നോട്ട് വെക്കുന്ന കാലെല്ലാം വിജയമായി തീരുന്നതിൻ്റെ ഒരു സന്തോഷം അവന്തികയുടെ മുഖത്തുണ്ട്. പിന്നെ ദേവയാനി ജാനകിയോട് പറയുവാണ്, അനി ഇടഞ്ഞു നിൽക്കുവാണ്, അവനിനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നറിയത്തില്ല, അതുകൊണ്ട് നീ അവനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുമ്പം ജാനകി പറയുക, അവൻ്റെ മനസ്സിൽ ആ നന്ദുവായിരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിലേക്ക് അവൾ കടന്നു വരികയില്ല, അവളുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അത് നടക്കില്ല എന്ന് പറയുന്നു. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അച്ഛനും അമ്മയും ചെന്നപ്പം അവർക്ക് സമ്മതിച്ചാൽ മതിയായിരുന്നല്ലോ, അപ്പോഴും അവർ മാന്യത കാണിച്ചു, അത് നീ മറന്നു പോകരുത് എന്ന് പറയുവാണ്. അന്നേരം ജാനകി പറയുക, അച്ഛൻ അങ്ങോട്ട് പോയത് ആരോട് ചോദിച്ചിട്ടാണ് എന്ന് എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ അച്ഛൻ തീരുമാനിച്ചാലും ആ വിവാഹം നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവയാനി പറയും, അങ്ങനെ നീ പറയണ്ട, അച്ഛനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന്. അന്നേരം ജാനകി പറയും, അങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശവത്തിന് മുകളിലൂടെ അവരത് നടത്തുള്ളൂ എന്ന്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ആര് മരിക്കുമെന്ന് പറഞ്ഞാലും അച്ഛൻ തീരുമാനിച്ചതാണ് കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്കൊന്നും കൊണ്ടെത്തിക്കാതിരിക്കാൻ നീയോടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായെന്ന്. അത്രയും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകുന്നു. പിന്നീട് അനിയെ കാണിക്കുന്നു. വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പം അനി നേരെ ആദർശിൻ്റെ അടുത്തോട്ട് വരും. അനി കയറി വരുന്നത് കാണുന്നത് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണോ വരുന്നത് എന്ന്. അന്നേരം അനി പറയും, അതേ വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നത്, അതിൻ്റെ ബാക്കി ഇവിടെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ, ആഹാ വഴക്കുണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് നയന ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അതെ, നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു, നിങ്ങളും ഒത്താശ കൊടുത്തിട്ടാണ് ഈ വിവാഹ നിശ്ചയം ഇപ്പം നടക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാം, എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞു, എന്നിട്ടും ആരും കേൾക്കുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അവളെ പണ്ട് തൊട്ട് കാണുന്നതാണ്, ഇതുവരെ അവളെ അനീതി എന്നുള്ള രീതിയിലല്ലാതെ ഞാൻ വേറൊരു രീതിയിൽ കണ്ടിട്ടില്ല, ഇനി എന്നെക്കൊണ്ട് കാണാനും പറ്റത്തില്ല, ചെറുപ്രായത്തിൽ ആ രീതിയിലൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് വളർത്തിയതല്ലേ മുത്തശ്ശൻ, എന്നിട്ട് ഇപ്പോഴെന്താ മുത്തശ്ശൻ്റെ രീതികളൊക്കെ മാറിയത് എന്ന് അനി ചോദിക്കുക. അന്നേരം ആദർശ് പറയുവാണ്, ചെറുപ്പത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇനിയിപ്പം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, അവന്തിക നല്ലൊരു കുട്ടിയല്ലേ എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, അവൾ അത്ര നല്ല കുട്ടിയൊന്നും അല്ല, അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴേ അവൾ ആ കാര്യം വിട്ടേനെ, ഇതിപ്പം എനിക്കിഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും ബാക്കിയുള്ളവരെ കൂട്ടുപിടിച്ച് ഈ വിവാഹം നടത്താനാണ് അവൾ ശ്രമിക്കുന്നത്. അനാമികയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും എല്ലാവരും കൂടി അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു, എന്നിട്ട് അവളും അവളുടെ കുടുംബക്കാരും കൂടി ചെയ്തതൊക്കെ നിങ്ങൾക്കറിയാലോ, അതിൻ്റെ തനി ആവർത്തനമായിരിക്കും ഇനിയും നടക്കാൻ പോകുന്നത്, ഈ ബന്ധവും ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകത്തില്ല, അത് കഴിയുമ്പം ഇതും തല്ലിപ്പിരിയും എന്നൊക്കെ പറയുമ്പോഴേക്കും നയന, എന്തിനാ അനി ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്ക് അവളെ ആ രീതിയിൽ കാണാൻ പറ്റില്ല, കല്യാണത്തിന് ശേഷം അത് അങ്ങനെ തന്നെയായിരിക്കും, നിങ്ങളോടെല്ലാം പറയുന്നത് ഞാൻ ഈ രീതിയിൽ തന്നെയല്ലേ, നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാകാത്തത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ആദർശ് പറയുക, എടാ നീ ഒരു അനുസരണയുള്ള കുട്ടിയായി മുത്തശ്ശൻ പറയുന്നതൊക്കെ അനുസരിക്കുക, എന്നിട്ട് ഈ വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുക, അതാ നല്ലത്, അല്ലാതെ മുത്തശ്ശൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുമ്പം, പിന്മാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി എനിക്ക് അനുസരണക്കേട് കാണിക്കേണ്ടി വരും, അതിൻ്റെ പേരിൽ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പം മുത്തശ്ശനോട് പറഞ്ഞാലും മുത്തശ്ശൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് അനി നല്ല ദേഷ്യത്തിലാണ് പോരുന്നത്. പോന്നു കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്ക് നല്ല വിഷമം ഉണ്ടല്ലേ എന്ന്. അന്നേരം ആദർശ് പറയും, ഇതിൻ്റെ അത് നമ്മൾ ഇടപെടേണ്ട, മുത്തശ്ശൻ ഒരു തീരുമാനം എടുത്തോട്ടെ എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, ഒരു കണക്കിന് കഷ്ടമല്ലേ ഇപ്പോഴും അവനെ പിടിച്ചു കെട്ടി വിവാഹം കഴിപ്പിക്കുന്ന പോലെയല്ലേ കഴിപ്പിക്കുന്നത്, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിനകത്ത് റോളില്ലാത്തതുകൊണ്ട് അവർ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഏതായാലും അവിടുന്ന് ഇറങ്ങുന്ന അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്, നിന്നെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പം, എന്തിനാ കാണുന്നത്, എനിക്കിപ്പം പറ്റത്തില്ല എന്ന് പറയും. അന്നേരം എടി നീ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് പുറത്തോട്ടൊന്ന് പോവാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പം, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അനി എന്ന് ഇത്തിരി ദേഷ്യത്തോടെ പറയുവാണേ. അതെ, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ എന്ന് പറയുമ്പം, അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇനി ഇങ്ങോട്ട് വേണ്ട, വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇറങ്ങി വരികയില്ല, അനിയെ സ്വീകരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയായിരിക്കും, അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. അന്നേരം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇനി തൊട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് ഫോം വയ്ക്കും. ആകെ വിഷമമാകുന്നുണ്ട് അനിക്ക്, നന്ദുവും കൂടെ തിരിയുവാണല്ലോ എന്നോർത്ത്.
പിന്നീട് ഈ നയനയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആണ് കാണിക്കുന്നത്. നയനയെ ഫോൺ വിളിച്ച് അവർ കുറേ ഉപദേശിക്കുന്നു. ഡിസൈൻസ് വരയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഉറക്കം നന്നായിട്ട് ഉണ്ടാകണം, അതുപോലെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഉപദേശിക്കുന്നു. എല്ലാം ചെയ്തോളാമെന്ന് നയന പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞ് അവർ ഫോൺ വെച്ച് കഴിയുമ്പം ഡേവിഡിനെയും മാളവികയും കാണിക്കുന്നുണ്ട്. അവരും അവിടെ ഭയങ്കരമായിട്ട് ഡിസൈൻസൊക്കെ വരച്ചുകൊണ്ടിരിക്കുവാണ്. പല ഡിസൈൻസും പുറത്തുനിന്നുള്ളതും ഒക്കെ മാളവികയുടെ കൊണ്ട് കൊടുത്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് വരയ്ക്കണം, ഈ പ്രാവശ്യം നമുക്ക് ജയിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ഡേവിഡ് പറയുന്നുണ്ട്, ഈ ഒരു കോമ്പറ്റീഷനിൽ തോറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് പലരോടും സമാധാനം പറയേണ്ടി വരും എന്ന്. അന്നേരം മാളവിക ചോദിക്കും, സാർ ആരോട് സമാധാനം പറയാനാ, സാറല്ലേ ഈ കമ്പനിയുടെ MD എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഒരു മാനേജ്മെൻ്റ് ഉണ്ട്, ആ മാനേജ്മെൻറ്റിൽ എനിക്ക് കാരണം ബോധിപ്പിക്കേണ്ടതായി വരും. പിന്നെ നമ്മൾ നാളെ പോയതിന് ശേഷം അവിടുന്ന് വിജയിച്ച് രാജാവിനെ പോലെ ആയിരിക്കണം തിരിച്ചു വരേണ്ടത്, കാരണം കൂടെ അഭിസാറൊക്കെ ഉള്ളതല്ലേ, അല്ലെ ജയിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പം മാളവിക പിന്നെയും ചോദിക്കും, ഇപ്പം സാറിന് അഭിസാറിനെയും പേടിയാണോ, അഭിസാർ ഇവിടുത്തെ മാനേജർ മാത്രമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, അഭിസാർ ഇവിടെ വന്നതിന് ശേഷം ഒരു വിജയം ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വിജയിക്കണം എന്ന് ഞാൻ അങ്ങ് എടുത്തു പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയും. എന്നിട്ട് ഡിസൈൻസൊക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ട് ഡേവിഡ് പുറത്തേക്ക് പോകുന്നു. എന്തൊക്കെയോ സംശയത്തോടെ നിൽക്കുന്ന മാളവികയെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അനിയെ കാണിക്കുക കേട്ടോ. അനിക്ക് ഉറക്കമൊന്നുമില്ല, അവൻ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുവാണ്, ഹാളിൽ വന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നവ്യ ചെല്ലുന്നത്. അപ്പം നവ്യ ഇങ്ങനെ ഓർക്കുക, പാവം അവൻ്റെ മനസ്സിൽ നന്ദുവായിരിക്കും, അതുകൊണ്ട് അവന് വിഷമമായിരിക്കും പാവം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നു. അന്നേരം കറക്റ്റ് അനി അങ്ങ് തിരിവേ. അന്നേരം നവ്യ ദേഷ്യത്തോടെ ചോദിക്കുക, ഓ നിൻ്റെ മനസ്സിൽ നന്ദുവായിരിക്കൂലേ, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ നിലം തൊടാതെ നടക്കുന്നത്, ഏതായാലും നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുക. അന്നേരം അനി ചോദിക്കും, അനി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ, ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പം നവ്യ പറയുവാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വീടിൻ്റെ കാരണവരായ മുത്തച്ഛനാണ് ഈ വിവാഹ നിശ്ചയം തീരുമാനിച്ചത്, അതുകൊണ്ട് നീ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഈ വിവാഹ നിശ്ചയം തന്നെ നടക്കും. നന്ദുവിനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു കാര്യമാണിത്, അത് ആ രീതിയിൽ തന്നെ നടക്കും എന്ന് പറയുന്നു. അത് കേൾക്കുന്നതേ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.